ഹായ് ഗൈസ്, നമ്മുടെ ഡി സ്ക്വയർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാവിലെ തന്നെ എണീച്ചപ്പോൾ കണ്ടത് കുഞ്ഞനും അമ്മയും കൂടി അമ്പലത്തേക്ക് പോണതായിരുന്നു കേട്ടോ. കയ്യിലൊരു കവറ് കൂടി ഉണ്ട് കേട്ടോ. കയ്യിൽ തുളസിയില, അതുപോലെ തന്നെ പൂക്കൾ, ചെത്തി, അങ്ങനെയുള്ള പൂക്കളൊക്കെ പറിച്ചിട്ടാണ് കേട്ടോ എപ്പോൾ അമ്പലത്തിൽ പോകുമ്പോഴും അമ്മയും കുഞ്ഞനും കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ അടുത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് പോയത്. ആയില്യം ആയതുകൊണ്ട് പ്രത്യേക പൂജയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആയില്യം തൊഴാൻ കൂടിയാണ് കേട്ടോ പോയത്. അമ്പലത്തിൽ പോയി വന്ന ശേഷം കുഞ്ഞിന് വൈറ്റമിൻ എ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കോടനാട് ഗവൺമെൻറ് ആശുപത്രിക്കാണ് കേട്ടോ പോയത്. അമ്മയ്ക്ക് കൈവേദന ആയതുകൊണ്ട് അമ്മേനെയും കാണിക്കാനുണ്ടായിരുന്നു കേട്ടോ. അമ്മേൻ്റെ കൈ കാണിക്കാൻ ഉദ്ദേശിച്ചത് തോട്ടുവയിൽ ഒരു ആയുർവേദ ഹോസ്പിറ്റലുണ്ട്, ആ ഹോസ്പിറ്റലിലാണ് കേട്ടോ കാണിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി തന്നെ ഒരുമിച്ച് പോയി കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ പോണ വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ അടുത്ത് തന്നെയായിരുന്നു നേരത്തെ കുഞ്ഞൻ വന്ന അമ്പലം. ആ അമ്പലം കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടി പോയ ഹോസ്പിറ്റലിൽ എത്തും കേട്ടോ. ഒന്ന് വഴി തന്നെ താമരക്കുളമൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. പക്ഷേ അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. പോളിയോ എടുക്കണ ബുക്ക് കൊണ്ടുപോയപ്പോൾ ചീട്ടൊക്കെ എടുക്കണം എന്നാട്ടോ പറഞ്ഞത്. ആദ്യമൊന്നും നമ്മളിപ്പം ചീട്ടൊന്നും എടുക്കണ്ടായിരുന്നു. നേരെ പോയി അവിടെ എഴുതിച്ചിട്ട് വെയിറ്റൊക്കെ നോക്കി നമുക്ക് പോളിയോ എടുത്തിട്ട് വരാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ചീട്ടൊക്കെ എടുത്ത് അവിടെ കാണിച്ചാൽ മാത്രമേ നമുക്ക് പോളിയോ എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ നേരെ പോയി ചീട്ടൊക്കെ എടുത്ത് പിന്നെ നേരെ അതിൻ്റെ അകത്ത് കയറി ചീട്ട് കൊടുത്ത് വെയിറ്റൊക്കെ നോക്കി ഡോക്ടറിനെ കാണിച്ച് നമ്മൾ ബുക്ക് കൊടുത്ത് അവിടെ BCG മുതലുള്ളത് എഴുതിച്ചിട്ട് മാത്രമാണ് ഇപ്പോൾ പോളിയോ കൊടുക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം പോകുമ്പോൾ ഭയങ്കര ടാസ്ക് ആയിരുന്നു കേട്ടോ ഗൈസ്. നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. നമ്മൾ നേരെ പോയത് ഒരു കുഞ്ഞു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ ഗവൺമെൻറ് ആശുപത്രിയിൽ. കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി ആ പാർക്കിലൊക്കെ കളിച്ച ശേഷമാണ് നമ്മൾ തോട്ടുവ ഹോസ്പിറ്റലിലേക്ക് പോയത്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഹോസ്പിറ്റലിലൊന്നും ഡോക്ടർ ഉണ്ടായില്ല കേട്ടോ. പോണ വഴിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ അടുത്ത് വീടുകളൊക്കെ ഉണ്ട് ഗൈസ്. നമ്മുടെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ മൊത്തം കാടായിരിക്കും. പാമ്പ് പോകണം പാതാളെന്ന് കേട്ടിട്ടില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ എനിക്ക്. അതിന് ശേഷം നമ്മളിത് ഹോസ്പിറ്റലിൽ എത്താറായിട്ടുണ്ട്. അപ്പോൾ അമ്മയാണ് കേട്ടോ ആശുപത്രി കയറിപ്പോയത്. അമ്മ ആശുപത്രി കയറിപ്പോയി ഡോക്ടർ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വന്നത് നേരത്തെ പോയ അതേ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ വന്ന ഹോസ്പിറ്റലിൽ തന്നെ പോയി അമ്മേനെ കാണിച്ച് മരുന്നൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് പോയത്. അപ്പോൾ നമ്മുടെ അച്ചൂട്ടനാണെങ്കിൽ ഭയങ്കര ഉറക്കം വന്നിട്ടാണ് കേട്ടോ വെറുതെ ഇങ്ങനെ ഇരുന്ന് കരയായിരുന്നു. പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോയി ഗൈസ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.